ഇപ്പോൾ സമയം രാവിലെ 6 മണിയായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മൾ തപസ് ചെയ്യുന്ന നമ്മുടെ ഡാൻസ് സ്കൂളിൽ നിന്നൊരു ട്രിപ്പ് പോവാണ്. അപ്പോൾ വലിയ ട്രിപ്പും കാര്യങ്ങളൊന്നുമല്ല, ചെറിയൊരു ട്രിപ്പ് പോവാണ്. പക്ഷെ ഞങ്ങളിത് കുറേ വർഷമായിട്ട് ഒരു 3 വർഷത്തോളമായി പ്ലാൻ ചെയ്യാൻ തുടങ്ങിയിട്ട് അവിടെ നിന്ന് ഒരു ട്രിപ്പ് പോകണമെന്ന്. പക്ഷേ ഇതുവരെ നടന്നിട്ടില്ല ഗൈസ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ ആ ട്രിപ്പ് പോവുകയാണ്. ചെറിയൊരു ട്രിപ്പാണ്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ അവിടെ ചെന്നിട്ട് കാണിക്കാം. അങ്ങനെ നമ്മൾ ഡാൻസ് സ്കൂളിലെത്തി. പിള്ളേരെല്ലാം പോകാൻ റെഡിയായിട്ട് വണ്ടിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. നമ്മൾ കോട്ടയം മാംഗോ മെഡോസിലാണ് പോകാൻ വേണ്ടിയിട്ട് ഡിസൈഡ് ചെയ്തത്. പിന്നെ നമ്മുടെ ജാനിക്കുട്ടിയും കൂടെ വരുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ബസ് വന്നു. നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തു. ആദ്യം നമ്മൾ റെസ്റ്റൊക്കെ എടുത്തെങ്കിലും പിന്നെ പാട്ടൊക്കെ ഇടാൻ തുടങ്ങിയപ്പോഴത്തേക്ക് നമ്മുടെ പിള്ളേരൊക്കെ ഇറങ്ങി തുള്ളാനായിട്ട് തുടങ്ങി. അങ്ങനെ ഡാൻസ് ഒക്കെ കളിച്ച് ക്ഷീണിച്ച ജാനിക്കുട്ടി കുറച്ച് നേരം എൻ്റെ മടിയിലൊക്കെ വന്നിരുന്നു. അങ്ങനെ നമ്മളിവിടെ എത്തിയിരിക്കുകയാണ് ഗൈസ്. ഇതാണ് മാംഗോ മെഡോസ്. ഞങ്ങളിവിടെ എത്തിയിരിക്കുകയാണ് ഗൈസ്. കണ്ടോ, വലിയ വലിയ സാധനങ്ങളൊക്കെ ആയിട്ടാണ് വന്നത്. കണ്ടോ, ബാക്കിൽ എല്ലാവരും നടന്നു വരുന്നുണ്ട്. പിന്നെ ഇതാണ് അവിടുത്തെ മെയിൻ ഗേറ്റ്. ഇതുവഴിയാണ് അകത്തേക്കുള്ള എൻട്രി വരുന്നത്. ക്രിസ്മസ് കഴിഞ്ഞിട്ട് അവിടെ ഇങ്ങനെ മേരി ക്രിസ്മസിൻ്റെ സംഭവങ്ങളൊക്കെ ഇങ്ങനെ അലങ്കരിച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളെല്ലാവരും കൂടി അവിടുത്തെ ആ ഗൈഡിൻ്റെ പുറകെ ഇങ്ങനെ നടക്കുമായിരുന്നു. അവിടെ കുറേ ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെയൊക്കെ പറ്റിയിട്ട് അവർ നമുക്ക് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. പിന്നെ ഇത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഒരു കയ്യിൽ നിന്നൊരു മരം ഇങ്ങനെ കിളിച്ചിരിക്കുന്ന പോലെ. പിന്നെ ഇത് വാലന്റൈൻസ് ഗാർഡൻ ആണ്. അവിടെ ഈ കപ്പിൾസിനൊക്കെ വേണ്ടിയിട്ട് വന്നിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറേ ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനെ കുറിച്ചൊക്കെ ഇവിടുത്തെ ഗൈഡ് നമുക്ക് പറഞ്ഞു തരുമായിരുന്നു. നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. ഫുഡ് കഴിച്ചിട്ട് നമ്മൾ ബാക്കി റൈഡിലും കാര്യങ്ങളിലൊക്കെ കയറും. പിന്നെ അവിടെ ചെടികൾ മാത്രമല്ല ഉണ്ടായിരുന്നു, കുറേ മൃഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഡോഗ്സ് ഉണ്ടായിരുന്നു, പിന്നെ പശു ഉണ്ടായിരുന്നു, മുയലുണ്ടായിരുന്നു, ഫിഷൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇതൊരു പ്രതിമയാണ് ഗൈസ്. ഞാൻ ഒറിജിനലി ആരോ പശുവിനെ കറക്കാനിരിക്കുമെന്ന് വിചാരിച്ചു. പിന്നെ അതായത് അവിടെ കുറേ പശുക്കൾ, കാള ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇത് നമ്മുടെ ബൈബിളിൻ്റെ ഒരു സ്റ്റാച്യു മോഡൽ അവിടെ പണിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. വലിയൊരു സ്റ്റാച്യു ആയിരുന്നു. ഞങ്ങൾ മീനിനെ കണ്ടിരിക്കുന്നു ഗൈസ്. വലിയ വലിയ ഗൈസ്. ഇവിടെ നമ്മുടെ പരശുരാമൻ നിൽക്കുന്നു. വിളക്കൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട്. നടക്കുകയാണ് ഗൈസ്. പിന്നെ ഞങ്ങൾ നടക്കുകയാണ്. വിശന്നൊരു വഴിയായി. ഫുഡ് കഴിക്കണം. കഴിച്ചിട്ട് വേണം ബാക്കി കാര്യങ്ങളിലൊക്കെ കയറാനായിട്ട്. അതാണ്ട് ഇവിടെ സൈഡിൽ ഒരു ആനയുടെ പ്രതിമയുണ്ട്. കുറേയധികം പ്രതിമകളുണ്ട് ഇവിടെ. സത്യം പറഞ്ഞാൽ നല്ല ഒരു അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ ഗൈസ്. ഇവിടെ കുറേ ബോട്ടിൻ്റെ സംഭവം, പെഡൽ ബോട്ട്, അങ്ങനത്തെ റൈഡും കാര്യങ്ങളും ഒക്കെയാണ് ഉള്ളത്. നമ്മളൊരു ബ്രിഡ്ജിൽ കൂടെ നടക്കുവാണിപ്പോൾ. എല്ലാവരും അവിടെ ഉണ്ട്. ഏറ്റവും മുകളിൽ കയറിക്കുവാണ് ഇപ്പം. അവിടെ നിന്നുള്ള വ്യൂ ആണിത്. താഴെ പെഡൽ ബോട്ട് അങ്ങനത്തെ റൈഡ്സ് ഒക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സ്നേഹയും കാണിക്കുവാ. ദൈവമൊക്കെ ഉണ്ട്. അതെ, വെയിലുകൊണ്ട് കരിഞ്ഞിട്ട് സൺ ബാത്ത്, സൺ ബേൺ ആയിട്ടുണ്ട്. കാശ് കൊടുത്ത് വെയിൽ കൊള്ളുവാണ്. അതെ, കാശ് കൊടുത്ത് വെയിൽ കൊള്ളുവാണ് ഗൈസ്. കരിഞ്ഞു പോയി. നമ്മൾ ഇങ്ങോട്ട് വന്ന പാലം. എല്ലാവരും തിരിച്ചു പോവാണ്. ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് ഗൈസ്. വളരെ ശ്രദ്ധിച്ച് നടക്കുകയാണ് ഗൈസ്.
പാലുണ്ണിയെ കെയർ ചെയ്യുന്ന മീനാക്ഷി. പാലുണ്ണിക്ക് കെയറിങ് കൊടുക്കുന്ന മീനാക്ഷിയാണ് നമ്മളിപ്പോ കണ്ടത്. അങ്ങനെ നമ്മൾ സേഫായിട്ട് ലാൻഡ് ചെയ്തു. ഒരു വെയിലത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവാണ് ഗൈസ്. ഭ്രാന്താണ്. എന്താണ് ഈ ടൂറിനെ കുറിച്ച് പറയാനുള്ളത്? ബിരിയാണി ഉണ്ടെങ്കിൽ നല്ല ടൂർ. മീനാക്ഷി എന്താ പറയാനുള്ളത്? മീനാക്ഷി ഒരു ചെറു പുഞ്ചിരിയിൽ ഒതുക്കി. ഇതാ വരുന്നു ടൂർ കോർഡിനേറ്റർ ദേവിക ജെ. ദേവിക ജി നടക്കുകയാണ് ഗൈസ്. നടന്നുകൊണ്ടേയിരിക്കുന്നു. ഫുഡ് കഴിക്കാൻ വേണ്ടി കുറെ നേരം കൊണ്ട് ഞങ്ങള് ശ്രമിക്കുവാണല്ലേ. നമ്മുടെ ഫുഡ് വന്നിരിക്കുകയാണ് ഗൈസ്. ബിരിയാണി. ഫുഡ് കഴിച്ചിട്ട് വരാം. നമ്മൾ ലിഫ്റ്റിലാണ്. കുട്ടിയെ ഈ സ്ലൈഡിൽ കയറ്റാൻ പോവാണ്. ഓക്കെ പോരട്ടെ. This is entertainment. എൻഗേജ്മെന്റും ഓഗസ്റ്റിൽ കല്യാണമുള്ള ഒരു 26 വയസ്സുള്ള സ്ത്രീയുടെ കളിക്കുന്നത് ഈ സ്ലൈഡിൽ. നാണമുണ്ടോ സ്ത്രീയെ? ഇപ്പോൾ ഈ കണ്ട സന്തോഷമല്ലേ ഗൈസ് ഈ റൈഡിൽ കയറി കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത്. അത് നിങ്ങൾക്ക് വഴിയെ ഈ വീഡിയോയിൽ കാണിച്ചു തരാം. ചിഹ്നങ്ങളൊക്കെ കാണിക്കുന്നു. നമുക്ക് പേടി ഊഞ്ഞാലാട്ടുവാണ്. സാരം അതാ മറ്റേ റൈഡിൽ കയറിയിട്ട് ഈ റൈഡിൽ കയറാണ്ടാണോ എന്നറിയത്തില്ല ഗൈസ്. ഒരു പേടിയും തോന്നിയില്ല. അതിനകത്ത് കയറിയപ്പോഴത്തേക്ക് പകുതി ജീവൻ മേളിൽ ചെന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ ഇതിൽ കയറിയപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നും തോന്നിയില്ല. പിന്നെ അവിടെ ഈ ആർച്ചറി ഷൂട്ടിങ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവന്മാരതൊക്കെ ട്രൈ ചെയ്ത് നോക്കി. ഞാൻ വിചാരിച്ച നിസ്സാരം. വേലുവിന്റെ അമ്പെയ്ത്ത് കിച്ചു ഉന്നം പിടിക്കുകയാണ് ഗൈസ്. എന്റെ വേലുവിനെ പിടിക്കാൻ പോലും ഇറങ്ങൂടാ. ഓ വേലു പേപ്പർ. അടുത്തതായി നമ്മൾ ഈ റൈഡിൽ കയറാൻ പോവാണ് ഗൈസ്. ഗൈസ് എന്താണ് പറയാനുള്ളത്? ഓ ഞങ്ങൾ കൂട്ടിയിടിക്കും. ബ്രേക്കില്ല ഇതിന്. പിന്നെ നമ്മുടെ കുട്ടികളുടെ പേരൻസ് ആണ്. അവരെ നമ്മൾ വഴി വെച്ച് കണ്ടു. പൊരിഞ്ഞ വെയിലാണ് ഗൈസ്. ചവിട്ടി ഊപ്പാട് വന്നു ഗൈസ്.
അവിടെ ഇങ്ങനെ അതുപോലല്ല ഗൈസ്, നല്ല പാടാണ് ചവിട്ടാൻ, കുറച്ച് അധികം കഷ്ടപ്പെട്ടു, പറയണ്ട. പിന്നെ നമ്മൾ പൂളിൽ ഇറങ്ങാൻ വേണ്ടിയിട്ട് പോയി. ഇത് നമ്മുടെ കിഡ്സ് പൂളാണ്. അപ്പോൾ നമ്മുടെ ജാനിക്കുട്ടി അതിലിറക്കി നിർത്തി. അവൾക്ക് വെള്ളത്തിൽ കളിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അതിലിറങ്ങിയപ്പോൾ മുതൽ അവൾ എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നുണ്ട്. പിന്നെ പൂളിലിറങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വന്നു. ഈ കാണുന്നത് കിഡ്സ് പൂളാണ്. അതിൻ്റെ അപ്പുറത്തൊരു കോമൺ പൂളുമാണ് ഉള്ളത്. പിന്നെ ഞാൻ എന്താണ് ഇവിടെ തൂങ്ങി പിടിച്ച് നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് 6 feet ആണ് ഗേസ്. എനിക്ക് അവിടെ എത്തത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തൂങ്ങി പിടിച്ച് വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ നീന്താനൊന്നും അറിയത്തില്ല ഗേസ്. നീന്താൻ അറിയാത്തത് കൊണ്ട് തന്നെ എന്തൊക്കെ കോപ്രായങ്ങളൊക്കെ കിടന്ന് കാണിക്കുന്നുണ്ട്. പിന്നെ നമ്മളങ്ങനെ പൂളിൽ നിന്ന് കയറി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് റെഡിയായിട്ട് നിൽക്കുമായിരുന്നു. ഇതിപ്പോൾ അതിൻ്റെ ഫ്രണ്ടിലുള്ളൊരു കാഴ്ചയാണ്. ഇത് എന്തുവാന്ന് മനസ്സിലായില്ല. എന്തായാലും കാണാൻ നല്ല ഭംഗിയുള്ളതുകൊണ്ട് വീഡിയോ. അങ്ങനെ നമ്മൾ തിരിച്ച് വണ്ടിയിൽ കയറിയിരിക്കുകയാണ്. പിന്നെ എമ്പുരാനായിരുന്നു നമ്മുടെ വണ്ടി. അടിപൊളി വണ്ടിയായിരുന്നു. പിന്നെ ഞാൻ നല്ല ഉറക്കമായിരുന്നു ഗൈസ്. പിന്നെ കോട്ടയത്ത് ലുലു മോളിൻ്റെ അടുത്തെത്തിയപ്പോഴാണ് ഞാനൊന്ന് ഉണർന്നത്. നമ്മളിപ്പോൾ ഫുഡ് കഴിക്കാൻ വന്നിരിക്കുകയാണ്. സൗണ്ടൊക്കെ ഫുള്ള് പോയി. നമ്മൾ വന്നത് പ്ലാനറ്റിലാണ്. സ്പെഷ്യൽ AC റൂമൊക്കെയാണ് നമുക്ക് ഇന്നിവിടെ ഒരുക്കിയിരിക്കുന്നത്. അവരവിടെ ഇങ്ങനെ ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നു. അങ്ങനെ ഫുഡെല്ലാം കഴിച്ചിട്ട് നമ്മൾ തിരിച്ച് പോകാൻ വേണ്ടിയിട്ട് റെഡി ആവുമായിരുന്നു. അത് കഴിഞ്ഞ് വെളിയിൽ വന്നപ്പോൾ നമ്മുടെ കുഞ്ഞ് സെറ്റ് അവിടുത്തെ സെക്യൂരിറ്റിയുടെ അപ്പുറമായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ഒരു കാഴ്ച കണ്ട് സത്യം പറഞ്ഞാൽ ചിരി വന്നു. അപ്പോൾ ചുമ്മാ വീഡിയോ എടുത്ത് വെച്ചതാണ്. പിന്നെ നമ്മൾ ബസ്സിൽ കയറി അവർക്കുള്ള റിവ്യൂവും കാര്യങ്ങളൊക്കെ പറയുമായിരുന്നു. ഞാനൊരു റിവ്യൂ ഒക്കെ പറഞ്ഞായിരുന്നു ഗെയ്സ്. അങ്ങനെ ഫൈനലി നമ്മൾ തിരിച്ചെത്തിയിട്ട് അവർ നമുക്ക് പാട്ടൊക്കെ ഇട്ട് തന്നു. അപ്പോൾ റോഡിൽ കിടന്ന് ഞങ്ങൾ ഒരേ ഡാൻസ് ആയിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ് വിശേഷം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റ ബൈ ബൈ.